ഹായ്, നമ്മൾ ഇന്ന് +2 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഡെറിവേഷൻസ് ആണ് എടുക്കാൻ പോകുന്നത്. ഇലക്ട്രോ കെമിസ്ട്രിക്കകത്തുള്ള ആദ്യം നിങ്ങൾ പഠിക്കുന്ന അല്പം വലിയ 2 ഡെറിവേഷൻസ്. സ്ഥിരം നമ്മുടെ പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സെക്ഷനിൽ വരുന്ന സാധനം നന്നായിട്ട് ഇപ്പോഴേ പഠിച്ചു വെച്ചിരിക്കുക. 2 ഡെറിവേഷൻ, ഡൈപോളിന്റെ 2 ഡെറിവേഷൻ നോക്കാം നമുക്ക്. അല്ല, എന്താണ് ഈ ഡൈപോൾ? കഴിഞ്ഞ വർഷം കെമിക്കൽ ബോണ്ടിങ്ങിൽ തൊട്ട് നിങ്ങൾ കേട്ടു തുടങ്ങിയ സാധനമാണ് ഡൈപോൾ. അല്ലെ, ഡൈ എന്ന് വെച്ചാൽ എന്തുവാ? 2 ആണേ. അപ്പൊ പോൾ എന്ന് വെച്ചാലോ പൊളാരിറ്റി. അപ്പൊ ഡൈപോൾ എന്ന് വെച്ചാലോ 2 പൊളാരിറ്റി. അത്രേ ഉള്ളൂ അതിന്റെ മീനിങ്. പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളോട് ഉദ്ദേശിക്കുന്ന ചാർജ് ആണ്. എത്ര ടൈപ്പ് ചാർജസ് ഉണ്ട്? ആകെ 2 ടൈപ്പ്. ഏതൊക്കെയാ 2 ഒന്ന് പോസിറ്റീവ് ചാർജ്, ഒന്ന് നെഗറ്റീവ് ചാർജ്. അപ്പോ ഒരു ഉദാഹരണം പറയാം. ഞാൻ ഇവിടെ ഒരു +5 കൂളം വെച്ചിട്ടുണ്ട്, തൊട്ടടുത്ത് ഞാനൊരു -5 കൂളം വെച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരും സെപ്പറേറ്റ് ചെയ്യുന്നത് വളരെ ചെറിയ ഡിസ്റ്റൻസ് ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ 6 നാനോമീറ്റേഴ്സ് ആണെന്ന് വിചാരിക്കും. 6 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ വലിയ ഡിസ്റ്റൻസാ? അല്ലെന്നേ, ഇറ്റ് ഇസ് വെരി വെരി സ്മോൾ ഡിസ്റ്റൻസ്. അപ്പോ 2 ചാർജ് ഞാനിവിടെ വെച്ചിരിക്കുന്നു. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, അവർ ഈക്വൽ ചാർജസ് അല്ലേ? ആണ്. ഇയാള് 5 കൂളം, ഇയാളും 5 കൂളം. സോ ദേ ആർ ഈക്വൽ ചാർജസ്. പിന്നെ എന്തുവാ വ്യത്യാസം? ഒരാള് +5, ഒരാള് -5. അപ്പോ ദേ ആർ ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ്. ഈക്വൽ ആണ്, പക്ഷെ ഓപ്പോസിറ്റ് ആണ്. ആൻഡ് അവർക്കുള്ള ഡിസ്റ്റൻസോ വളരെ ചെറുതുമാണ്. എങ്കിൽ അവന്മാരെ വിളിക്കുന്ന പേരാണ് ഡൈപോൾ. 2 ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജസ്. ഈക്വലുമാണ്, ഓപ്പോസിറ്റുമാണ്. ആൻഡ് സെപ്പറേറ്റഡ് ബൈ വെരി സ്മോൾ ഡിസ്റ്റൻസ് is called dipole. അപ്പോൾ dipole definition പഠിച്ചില്ലേ? 2 equal and opposite charges separated by a small distance is called dipole. Okay. ഒരാൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അയാളുടെ ഹാർട്ട് ബീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതായത് ലിവിങ് സ്റ്റേറ്റിന്റെ ഒരു കണ്ടീഷനാണ് അയാൾക്ക് ഹാർട്ട് ബീറ്റ് കാണും എന്നുള്ളത്, മനുഷ്യനാണെങ്കിൽ. ഇനി ഇതുപോലെ ഒരാൾ ലീനിയർ മോഷൻ ഇരിക്കുകയാണെങ്കിൽ അയാൾക്ക് ലീനിയർ മൊമെന്റ് കാണും. ലീനിയർ മൊമെന്റ് അയാളുടെ ഒരു പ്രോപ്പർട്ടിയാണ്, ലീനിയർ മോഷന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അതുപോലെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് ആംഗുലാർ മൊമെന്റം കാണും. കാരണം സർക്കുലാർ മോഷന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ആംഗുലാർ മൊമെന്റം, അത് അതിന് കാണും. സിമിലർലി ഒരു ഡൈപോൾ ആണെങ്കിൽ അതിന് കാണുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഡൈപോൾ മൊമെന്റ്. ഡൈപോൾ ആണോ എങ്കിൽ ഡൈപോൾ മൊമെന്റും കാണും. എന്താണ് ഈ ഡൈപോൾ മൊമെന്റ്? നമുക്കിതിനെ, ഞാനൊരു എക്സാമ്പിൾ ആയിട്ടല്ലേ ഇതിനെ റെപ്രസെന്റ് ചെയ്തത്, ഇതിനെ നമുക്ക് സിംബോളിക് റെപ്രസെന്റേഷനിലേക്ക് കൊണ്ടുവരാം. അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതും +q ആൻഡ് -q. ഇനി ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് 2a. ഡിസ്റ്റൻസ് 2a അല്ല, സാധാരണ നമ്മൾ ഡിസ്റ്റൻസ് r, a, d, l, x ഇങ്ങനെയൊക്കെയല്ലേ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതുവരെയെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾ 2a എന്നോ 2s എന്നോ 2l എന്നോ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടോ? പിന്നെ ഇവിടെ എന്താ ഒരു കൊമ്പ് കയറി വന്നത്? ഇവിടെ എന്താണ് 2a എന്ന് റെപ്രസെന്റ് ചെയ്യാൻ കാര്യം? അത് നിങ്ങൾ ഈ ഡെറിവേഷൻ ഫുള്ളും കേട്ടിട്ട് ലാസ്റ്റ് നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. നിങ്ങൾക്ക് വേണ്ട ഒരു പണി. അപ്പൊ ഇരിക്കട്ടെ. അപ്പൊ 2a എന്ന് എന്തുകൊണ്ട് റെപ്രസെന്റ് ചെയ്തു? ലാസ്റ്റ് വരെ നിങ്ങൾ ആ ഡെറിവേഷൻ കേട്ട് വന്നാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും എന്തുകൊണ്ട് 2a എന്ന് തന്നെ അവിടെ യൂസ് ചെയ്തു എന്നുള്ളത്. ഓക്കെ. അപ്പോ ഇങ്ങനെയാണ് നമ്മൾ സാധാരണഗതിയിൽ ഒരു ഡൈപോളിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ ചാർജ് എത്ര? q. അത് പ്ലസ് ആകാം, മൈനസ് ആകാം. ഇവിടുത്തെ അവർക്കിടയിൽ ഉള്ള ഡിസ്റ്റൻസ് എത്ര? 2a. അങ്ങനെയെങ്കിൽ ഇവിടെയുള്ള ചാർജിനെ അതിന്റെ ഇടയിലുള്ള ഡിസ്റ്റൻസ് 2a കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസറിനെയാണ് ഡൈപോൾ മൊമെന്റ് p എന്ന് വിളിക്കുന്നത്. സോ വാട്ട് ഈസ് ഡൈപോൾ മൊമെന്റ് p? p is equal to charge into distance between the charges. ഈ ഇൻറ്റു എന്ന് പറഞ്ഞൊരു വേർഡ് ആക്ച്വലി ഇല്ല കേട്ടോ. അതിനെ നമ്മൾ ടൈംസ് എന്നാണ് വിളിക്കുന്നത് സാധാരണഗതിയിൽ. സോ നമ്മൾ ഈ മൾട്ടിപ്ലിക്കേഷൻ സൈൻ വന്നാൽ അതിനെ ഡെഫിനിഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ നമ്മൾ എന്ത് വേർഡാ യൂസ് ചെയ്യുന്നത്? അത് തന്നെ പ്രോഡക്റ്റ് ഓഫ്. ഓക്കെ. അപ്പൊ ഇതിനെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ഇറ്റ് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ്. ഏതാണ്? ഇറ്റ് ഈസ് ഡൈപോൾ മൊമെന്റ്. ഓക്കെ. ഡൈപോൾ മൊമെന്റ് ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് ചാർജ് ആൻഡ് വാട്ട് ഈസ് 2a? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ചാർജസ്. അപ്പോ dipole moment is the product of charge and distance between the charges. പഠിച്ചെടുത്തില്ലേ? സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് ഡൈപോൾ മൊമെന്റ്. അപ്പൊ ഡൈപോൾ പഠിച്ചു, ഡൈപോൾ മൊമെന്റ് പഠിച്ചു. എങ്കിൽ ഇനി നമുക്ക് അതിന്റെ ഡെറിവേഷനിലേക്ക് പോകാം. പക്ഷെ നമ്മൾ അറിയണം എന്തിനാണ് ഡെറിവേഷൻ. ഇവിടെ ഡിറൈവ് ചെയ്യേണ്ട എന്ത് ആവശ്യമുള്ളത്? ചുമ്മാ കയറി ഡെറിവേഷൻ ചെയ്തത് തലയ്ക്ക് ഓളും.
അപ്പൊ എന്തോ ഒരു സംഭവം അവിടെ ഉണ്ട്, അതുകൊണ്ടാണ് ഡെറിവേഷൻ ചെയ്യേണ്ടി വരുന്നത്. സോ വാട്ട് ഈസ് ദി പ്രോബ്ലം? പ്രോബ്ലം ഇല്ലാതെ സൊല്യൂഷൻ ഉണ്ടോ? അപ്പൊ വാട്ട് ഈസ് ദി പ്രോബ്ലം? നമുക്ക് അത് ആദ്യം നോക്കാം. നിങ്ങൾ എല്ലാവരും ഇലക്ട്രിക് ഫീൽഡ് എന്ന കോൺസെപ്റ്റ് പക്കയായിരിക്കും, ക്ലിയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. സോ അങ്ങനെയെങ്കിൽ നമ്മൾ ഇതാണ് പ്ലസ് ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ്, ഇത് മൈനസ് ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ്. ഇവർക്കിടയിലുള്ള ഡിസ്റ്റൻസ് സെൻട്രൽ പോയിന്റ് ആണ് ഞാൻ ഈ വരുന്നത്. ദാറ്റ് ഇസ് കോൾഡ് സെന്റർ ഓഫ് ഡൈപോൾ ഓർ മിഡ് പോയിന്റ് ഓഫ് ഡൈപോൾ എന്നൊക്കെ നമ്മൾ പറയും. ആ മിഡ് പോയിന്റില് ഈ പ്ലസ് ക്യൂ ഈ മിഡ് പോയിന്റിൽ ഉണ്ടാക്കുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് കാണും, അതിനെ നമുക്ക് പ്ലസ് ഇ എന്ന് വിളിക്കാം. മൈനസ് ക്യൂ ഇതിലുണ്ടാക്കുന്ന ഒരു ഇലക്ട്രിക് ഫീൽഡ് കാണും, അത് മൈനസ് ഇ എന്ന് വിളിക്കാം. നമുക്ക് ഒന്ന് നോക്കിക്കേ, ഇത് രണ്ടും ഈ പോയിന്റിൽ ഈക്വൽ ആയിരിക്കില്ലേ? കാരണം അത് രണ്ടുപേരും ഒരേ ഡിസ്റ്റൻസിലല്ലേ നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ അവിടെ അവർ രണ്ടുപേരും ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അല്ലേ? ആണെന്നേ. അങ്ങനെയെങ്കിൽ ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എത്രയായിരിക്കും? രണ്ടും കൂടി പരസ്പരം ക്യാൻസൽ ആയി പോകും. സോ ഹിയർ ദ ഇലക്ട്രിക് ഫീൽഡ് വിൽ ബി സീറോ ആയി പോകും. അയ്യോ, അപ്പൊ പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇല്ലേ? ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. എവിടെയാ സീറോ ആയി പോയത്? ആ സെൻട്രൽ പോയിന്റിലാ സീറോ ആയി പോയത്. നമുക്ക് വേറെ രണ്ട് പോയിന്റ്സ് എടുക്കാം. ഒന്നതാ ഇങ്ങനെ ഈ ഒരു ലൈൻ ഞാൻ എടുക്കുന്നു. ഈ ലൈനിൽ ഞാൻ ഇവിടെ ഒരു പോയിന്റ് പി കൺസിഡർ ചെയ്യുന്നു. അവിടെ സ്വാഭാവികമായിട്ടും ഇതിന്റെ ഡിസ്റ്റൻസ് ഒരുപോലെ അല്ലല്ലോ. ഉറപ്പായിട്ട് ഇവർ രണ്ടുപേരും ഓരോ കമ്പോണന്റ് ഇലക്ട്രിക് ഫീൽഡ്സ് ഇവിടെ കാണും. സോ വാട്ട് ഈസ് ദി ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ്? അതാണ് ഒരു ഡെറിവേഷൻ. രണ്ടാമത് ഞാൻ ഇങ്ങനെ ഒരു പോയിന്റ് എടുക്കുന്നു. സോ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് അത് ക്രിയേറ്റ് ചെയ്യും. So what is that electric field? That is the second derivation. അപ്പോ രണ്ട് ഡെറിവേഷൻസ് ആണ്. ഒന്ന് ഈ ലൈനിൽ ഇയാൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്, ഒന്ന് ഈ ലൈനിൽ ഉണ്ടാക്കുന്ന. ഈ ലൈൻ എന്ന് പറയുന്നതിനേക്കാൾ പേര് ടുഡേ നമുക്ക് പേരുണ്ട്. ഇത് ഫസ്റ്റ് ഇങ്ങനെ വരച്ച വരയെ പറയുന്ന പേരാണ് ആക്സിയൽ ലൈൻ. ആക്സിസ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് തന്നെ ആക്സിയൽ ലൈൻ. രണ്ടാമത് ഇങ്ങനെ വരച്ചതിനെ പറയുന്ന പേരാണ് ഇക്വിറ്റോറിയൽ ലൈൻ. എന്ത് വിളിക്കും? ഇക്വിറ്റോറിയൽ ലൈൻ. സോ ആക്സിയൽ ലൈനിൽ അത് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഒരു ഡെറിവേഷൻ, ഇക്വിറ്റോറിയൽ ലൈനിൽ അയാൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് സെക്കൻഡ് ഡെറിവേഷൻ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ആ ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഫോർമുല എന്ന്. ശ്രദ്ധിച്ചിരിക്കൂ, ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചെടുക്കും. ഓക്കെ, പിന്നെ എപ്പോ കണ്ടാൽ മതി? പരീക്ഷയുടെ 2 ദിവസം മുന്നേ ഒന്ന് കണ്ടാൽ മതി. അത്രയ്ക്കേ ഉള്ളൂ. ഇത് വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. പക്ഷെ ഇതിന്റെ ഡെറിവേഷൻ ഒരിക്കലെങ്കിലും നിങ്ങൾ എഴുതി പഠിക്കണം. എങ്ങനെ എഴുതണം? നോക്കി എഴുതുന്നതല്ല, കാണാതെ ഒന്ന് എഴുതി പഠിക്കണം. ഒരിക്കൽ നിങ്ങൾ എഴുതി പഠിച്ചാൽ മതി, പിന്നെ നിങ്ങൾ മറക്കില്ല. അത്രയ്ക്ക് ഈസിയാണ് സാർ. ഓക്കെ, ഡെറിവേഷൻ എപ്പോഴും പഠിക്കും. വാട്ട് ഈസ് ദ വേ, എങ്ങനെയാണ് അതിലേക്ക് എത്തിയത് എന്നതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിട്ടിരിക്കേണ്ട കാര്യം. അല്ല സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്ല, വാട്ട് ഈസ് ദി വേ, എങ്ങനെ അതിലേക്ക് എത്തി എന്നതാണ്. ഓക്കെ, കൂടുതൽ ചളിയടിക്കുന്നില്ല, നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. എങ്ങനെയാണ് ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്തുന്നത് നോക്കാം നമുക്ക്. സോ അതിന് വേണ്ടിയിട്ട് ആദ്യം ഫിഗർ പറഞ്ഞു. സോ ഇവിടെ ഡൈപോൾ തന്നെയാണ് നമ്മൾ വരയ്ക്കുന്നത്. സോ there is a dipole of plus q charge and minus q charge. അവർക്കിടയിൽ ഡിസ്റ്റൻസ് 2a ഡിസ്റ്റൻസ്. അപ്പൊ അങ്ങനെയെങ്കിൽ ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറയട്ടെ, ഇത് a അല്ലേ? കാരണം അത് അതിന്റെ പകുതിയല്ലേ. അപ്പൊ ഇതും a അല്ലേ? സോ ആ എയും ചേരുമ്പോഴാണല്ലോ 2a ആകുന്നത്. അപ്പൊ ആദ്യമേ നമ്മൾ അതങ്ങ് വരച്ച് ആ പണി അങ്ങ് തീർത്തു വെച്ചു. ഇനി അടുത്ത് ഞാൻ ഈ സെൻട്രൽ പോയിന്റിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് ആറിൽ ഞാനൊരു പോയിന്റ് പി കൺസിഡർ ചെയ്തു. സോ ദാറ്റ് ഈസ് ആർ ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ ഓഫ് ദി ഡൈപോൾ. ഈ പോയിന്റ് ശ്രദ്ധിച്ചോളെ, സെന്റർ ഓഫ് ദി ഡൈപോൾ നിന്നാണ്, അല്ല ഇങ്ങനത്തെ ചാർജിൽ നിന്നല്ല. ആ സെന്ററിൽ നിന്ന് പി ഒരു ആർ ഡിസ്റ്റൻസിലാണ് നമ്മൾ പി എന്ന പോയിന്റ് കൺസിഡർ ചെയ്തത്. പക്ക ശരി. അങ്ങനെയെങ്കിൽ നമുക്ക് ഓരോ ചാർജും ആദ്യം ഇയാൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ്, പിന്നെ രണ്ടാമത്തെ ആൾ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ചെയ്യാമോ? നമുക്ക് നോക്കിക്കോളൂ. ആദ്യത്തെ ആള്, അതായത് ഈ പ്ലസ് ക്യൂ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എങ്ങനെ കണ്ടെത്തും? ഇലക്ട്രിക് ഫീൽഡ് കാണാൻ ഒരു ഫോർമുല പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായിരുന്നു അത്? 1/4πε0 q by r². ഓക്കെ, പറഞ്ഞിട്ടില്ല, നിങ്ങൾ പഠിച്ചെടുത്ത് കാണും ആ ഫോർമുല. സോ ആ ഫോർമുലയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ 1/4πε0 q by, അവിടെയാണ് സാധനം. ആ ചാർജ് മുതൽ നമ്മൾ കൺസിഡർ ചെയ്ത പോയിന്റ് പി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എനിക്ക് വേണ്ടത്. നോക്കൂ, ഇത് മുതൽ ആ സെന്റർ വരെയുള്ള ഡിസ്റ്റൻസ് എ ആണ്. സെന്റർ മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസ് ആർ ആണ്. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാ? കത്തിക്കാണും. യെസ്, ആർ പ്ലസ്
എ ആർ പ്ലസ് എ, കാരണം ഇത് മുതൽ ഇതുവരെ നമുക്ക് വേണം. അപ്പൊ എ സെന്റർ വരെ, സെന്റർ മുതൽ പി വരെ 6, സോ ടോട്ടൽ ആർ പ്ലസ് എ. സോ യു ക്യാൻ റൈറ്റ് ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ. ആ സ്ക്വയർ എന്നല്ലയോ ഫോർമുല, അപ്പൊ ആർ പ്ലസ് എ ദി ഹോൾ സ്ക്വയർ എന്ന് വരും. സെറ്റ്. അപ്പൊ അടുത്തേക്ക് പോകാം. മൈനസ് ക്യൂ ആണ്. അപ്പൊ ഇ ഓഫ് മൈനസ് ക്യൂ. ഇ ഓഫ് മൈനസ് ക്യൂ എങ്ങനെ കണ്ടുപിടിക്കും? ഫോർമുല സെയിം തന്നെ, 1/4πε0 ക്യൂ ബൈ ഡിസ്റ്റൻസ് ആണ് പ്രശ്നം. ഡിസ്റ്റൻസ് എടുക്കുമ്പോൾ ഈ ചാർജ് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് എനിക്ക് മതി. സെന്റർ മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് 6. പക്ഷെ അതിൽ നിന്നും എനിക്ക് ആ ചാർജ് വരെയുള്ള, സെന്ററിൽ നിന്നും ചാർജ് വരെയുള്ള ഈ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് എ ഡിസ്റ്റൻസ്, അതെനിക്ക് വേണ്ട. എനിക്ക് ചാർജ് മുതൽ ബാക്കി മതി. അപ്പോ ആർ എന്ന ഡിസ്റ്റൻസിൽ നിന്നും ഏത് ഡിസ്റ്റൻസ് കുറയ്ക്കണം? എ എന്ന ഡിസ്റ്റൻസ് കുറയ്ക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇക്വേഷൻ എങ്ങനെ വരും? ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ. സംഭവം സിമ്പിൾ ആണ്. ഇത്രയും പഠിച്ചെടുത്തില്ലേ? ഇനി എളുപ്പത്തേക്ക് തീരും. നമ്മൾ പറഞ്ഞത് ഈ പോയിന്റിലെ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡാ കണ്ടുപിടിക്കേണ്ടത്. ടോട്ടൽ എങ്ങനെയാ കണ്ടെത്തുന്നത്? ആഡ് ചെയ്താൽ മതി. അപ്പോ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഇ ആക്സിയൽ ഇസ് ഈക്വൽ ടു, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. സോ ഇ ഓഫ് പ്ലസ് ക്യൂ പ്ലസ് മൈനസ് ഇ മൈനസ് ക്യൂ. അത് എവിടുന്ന് ഈ മൈനസ് കയറി വന്നേ? കാരണം പ്ലസ് ചാർജ് ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് ആയിട്ട് എടുത്താൽ മൈനസ് ചാർജ് ഉണ്ടാക്കുന്നതിനെ നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടി വരും? മൈനസ് കമ്പോണന്റ് ആയിട്ട് എടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയെങ്കിൽ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ ഈ പ്ലസും മൈനസും കൂടി എന്താവും? മൈനസ് ആവും. സോ ബാക്കി ഇവിടെ നമുക്ക് എഴുതാം. ഈ ആക്സിയൽ ഇസ് ഈക്വൽ ടു 1/4πε0 പ്ലസ് ക്യൂന്റെ മാത്രമാണ് ഞാൻ എഴുതുന്നത്. അപ്പൊ പ്ലസ് ക്യൂന്റെ എഴുതുമ്പോൾ 1/4πε0 ക്യൂ ബൈ ആർ പ്ലസ് എ ദ ഹോൾ സ്ക്വയർ അല്ലെ? ഈ പ്ലസ് മൈനസും കൂടി എന്തായി? മൈനസ് ആയി. ഈ മൈനസ് ക്യൂന് ഓൾറെഡി ഫോർമുല നമ്മുടെ കയ്യിലുണ്ട്. എന്താണ്? 1/4πε0 ക്യൂ ബൈ ആർ മൈനസ് എ ദ ഹോൾ സ്ക്വയർ. അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? തലയ്ക്കാതിച്ച് കാണും. അത് തന്നെ ഇവിടെ കുറെ കോമൺ ഫാക്ടേഴ്സ് കിടപ്പുണ്ട്. ഏതൊക്കെയാണ് കോമൺ ഫാക്ടേഴ്സ്? 1/4πε0 അപ്പുറമുണ്ട് ഇപ്പുറവുമുണ്ട്. ദെൻ ക്യൂ അവിടെയുമുണ്ട് ഇവിടെയുമുണ്ട്. അപ്പൊ നമുക്ക് രണ്ടുപേരും കോമൺ ആയിട്ട് എടുത്തൂടെ? സോ കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ഇസ് ഈക്വൽ ടു 1/4πε0 ഇൻറ്റു ക്യൂ. ഈ ഇൻറ്റു ക്യൂവിനെ ഞാൻ മുകളിലാണ് എഴുതിയെന്ന് പറഞ്ഞാൽ ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ. സോ ഈ ക്യൂ ഒന്നിനെ മാറ്റിയിട്ട് അവിടെ ക്യൂ എന്ന് എഴുതും. Into what is remaining? 1/r plus a the whole square minus 1/r minus a the whole square. അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? r plus a the whole square. അതെ, ആക്ച്വലി a plus b the whole square ഫോർമാറ്റിലല്ലയോ കിടക്കുന്നത്? r minus a the whole square, അത് a minus b the whole square ഫോർമാറ്റിലല്ലയോ കിടക്കുന്നത്? അപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് അതിനെ എക്സ്പാൻഡ് ചെയ്യണം. എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കും വലിയൊരു ഇക്വേഷൻ ആയിട്ട് അത് വരും. സോ എന്റെ ബോർഡാണെന്ന് പറയും. അപ്പൊ ഞാൻ അതുകൊണ്ട് തന്നെ അതിനെ ഫുൾ എക്സ്പാൻഡിങ് ചെയ്യുന്നില്ല. അടുത്ത സ്റ്റെപ്പിലേക്ക് ഡയറക്റ്റ് കയറുകയാണ്. ഈവൻ ദോ നിങ്ങൾക്കും അങ്ങനെ തന്നെ പഠിച്ചു വെക്കാം. ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാം. ഒരിക്കലും ചെയ്യുന്ന തെറ്റെന്നല്ല പറയുന്നത്. ബട്ട് ചെയ്തില്ലെങ്കിലും നിങ്ങൾക്ക് എക്സാമിന് മാർക്ക് കിട്ടും, ഒരു പ്രശ്നമില്ല. കാരണം നമ്മുടെ NCERT ഇങ്ങനെ തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന തെറ്റാണെന്നല്ല പറയുന്നത്. ഇതിന് സോൾവ് ചെയ്ത് നിങ്ങൾക്ക് അതിലേക്ക് വരുന്ന സ്റ്റെപ്പ് വേണമെങ്കിൽ ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. യു ക്യാൻ സേവ് ദി ടൈം. ക്ലിയർ ആയോ പറഞ്ഞത്? ചെയ്ത് നോക്കണമെന്നുള്ളവർക്ക് ലോക്ക്ഡൌൺ ഒക്കെ അല്ലേ, വെറുതെ വീട്ടിലിരിക്കുകയല്ലേ, ക്രോസ് ചെയ്ത് കളിക്കാം. നിങ്ങൾക്ക് ആൻസർ സെയിം തന്നെ കിട്ടും. ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് Q by 4πε0 4AR by R square minus A square the whole square. Okay, അപ്പൊ ഇങ്ങനെയായിരിക്കും കിട്ടുക. 4AR by R square minus A square the whole square എന്ന് കിട്ടും. ഇവിടെ ഒരു കണ്ടീഷൻ കൂടിയുണ്ട്. നോക്കൂ, എന്താണ് R? R എന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ പോയിന്റ് മുതൽ ആ P വരെയുള്ള ഡിസ്റ്റൻസ് ആണ്. അത് വലിയ ഡിസ്റ്റൻസ് ആണ്. വാട്ട് ഈസ് A? A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെഫിനിഷനിൽ തന്നെ പറഞ്ഞു, A ഡൈപോൾ, ഒരു ഡൈപോളിനകത്തുള്ള ചാർജുകൾക്കിടയിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് വെരി സ്മോൾ. അതാണ് 2A നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അതിന്റെയും പകുതിയാണ് A. 2A തന്നെ ചെറുതാണ്. അപ്പൊ അതിന്റെ പകുതിയോ അത് അതിനേക്കാളും ചെറുതായിരിക്കും. ചെറിയ ഒരു സംഖ്യയുടെ സ്ക്വയർ എടുത്താൽ വലിയ ആൻസർ കിട്ടുമോ ചെറിയ ആൻസർ കിട്ടുമോ? ഡൗട്ട് ഉണ്ടോ? എക്സാമ്പിൾ സഹിതം നമുക്കൊന്ന് ചെയ്തു നോക്കാം. 0.01 ചെറിയ സംഖ്യയില്ലേ, നമുക്ക് അതിന്റെ 10⁻⁻² എന്ന് എഴുതാമല്ലോ. ഇനി നമുക്ക് അതിന്റെ സ്ക്വയർ എടുത്ത് നോക്കാം. എന്ത് കിട്ടും? 10⁻⁻4. അതെന്ന് പറഞ്ഞാൽ 0.0001 അല്ലേ? അപ്പോ ചെറിയ സംഖ്യയുടെ സ്ക്വയർ എടുത്തപ്പോ ആൻസർ എന്ത് കിട്ടി? അയ്യോ, അത് അതിനേക്കാളും ചെറിയ സംഖ്യ. അതായത് 6 എന്ന് പറയുന്നത് ഇച്ചിരി വലിയ സംഖ്യ, അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ കുറച്ചുകൂടി വലുതാകും. അതിൽ നിന്നും തീരെ ഒരു ചെറിയ സംഖ്യയാണ് A സ്ക്വയർ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ മൈനസ് ചെയ്യുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു ആനയുടെ വെയിറ്റ് എടുത്തു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ഒരു ഉറുമ്പ് അതിന്റെ മുകളിൽ കയറി ഇരിപ്പുണ്ടായിരുന്നു ആനയുടെ പുറത്ത്.
അപ്പൊ ഉറുമ്പിനെ മാറ്റിയിട്ട് ഇനി രണ്ടാമത് വെയിറ്റ് എടുക്കണോ? വേണ്ട. കാരണം ആനയുടെ വലിയ വെയിറ്റിന്റെ കമ്പയർ ചെയ്യുമ്പോൾ ഈ ചെറിയ വെയിറ്റ് അതിൽ നിന്ന് മൈനസ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അത്ര വലിയ വെയിറ്റ് ഒന്നും അല്ല അത്. ഇതുപോലെ ഒരു വലിയ സംഖ്യയായ ആർ സ്ക്വയറിൽ നിന്നും എ സ്ക്വയർ മൈനസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് വലിയ വ്യത്യാസം ഒന്നും വരാൻ പോകുന്നില്ല ആൻസറിന്. അതുകൊണ്ട് വി ക്യാൻ നെഗ്ലക്ട് എ സ്ക്വയർ. അവൻ അങ്ങ് തട്ടിക്കള. അപ്പൊ എ സ്ക്വയർ എടുത്ത് ദൂരെ കളയാണ്. കണ്ടീഷൻ മറക്കരുത്, ബിക്കോസ് എ സ്ക്വയർ ഇസ് വെരി ലെസ് ദാൻ ആർ സ്ക്വയർ. അങ്ങനെയെങ്കിൽ കണ്ടീഷൻ നമ്മൾ എഴുതുകയാണ്, എ സ്ക്വയർ ഈസ് വെരി മച്ച് ലെസ് ദാൻ ആർ സ്ക്വയർ. അങ്ങനെയെങ്കിൽ വാട്ട് ഈസ് ദ ഇക്വേഷൻ? ക്യൂവിനെ നമുക്ക് അപ്പുറത്ത് എഴുതാമേ. 1/4πε0 4a. ക്യൂവിനെ ഇപ്പൊ ഇവിടെ എഴുതാണ്, ക്യൂ ഇൻറ്റു ആർ ബൈ ആർ സ്ക്വയർ മാത്രമല്ലേ ഇനി ഒറ്റയ്ക്കുള്ളൂ. അപ്പൊ ആർ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ. വാട്ട് ഈസ് ആർ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ? ആർ റൈസ് ടു 4. സോ അങ്ങനെയെങ്കിൽ ഇതിനെ മാറ്റി നമുക്ക് ഇങ്ങനെ എഴുതാം, ആർ സ്ക്വയർ ദ ഹോൾ സ്ക്വയർ ഈസ് ആർ റൈസ് ടു 4. അപ്പൊ ഇതിലൊരാറും ക്യാൻസൽ ആകില്ലേ? then what is remaining? ഈ axial is equal to 1/4πε0 4aq by r cube. ക്ലിയർ ആയോ? 4നെ നമുക്ക് വേണമെങ്കിൽ 2 × 2 എന്ന് എഴുതിക്കൂടെ? എഴുതാം. അപ്പോ 4നെ മാറ്റി നമ്മൾ 2 × 2 എന്ന് എഴുതി. എന്തെങ്കിലും കത്തിയോ തലയ്ക്കകത്ത്? ദാ കിടക്കുന്നു 2a × q. 2a × q ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ചാർജസ്. കത്തിയോ? ഡൈപോൾ മൊമെന്റ്. അപ്പൊ ഡൈപോൾ മൊമെന്റ് ഇക്വേഷൻ ഒളിച്ചു കിടക്കുക, നമ്മൾ കണ്ടുപിടിക്കാതിരിക്കൂ. അപ്പൊ 2a × q എന്നതിനെ നമുക്ക് ഡൈപോൾ മൊമെന്റ് സിമ്പിൾ ആയ p ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദ ടോട്ടൽ ഇക്വേഷൻ വിൽ ബി 2 ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു, എന്നിട്ടുള്ള 2aq ന് പകരം p എന്ന് നമ്മൾ റെപ്രസെന്റ്. സോ 2p എന്ന് വരും. സോ ദാറ്റ് ഈസ് ദ ഇക്വേഷൻ ടു ഫൈൻഡ് ആക്സിയൽ ഇലക്ട്രിക് ഫീൽഡ്. ഒരു ആക്സിയൽ ലൈനിലെ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടെത്താൻ ഇതാണ് ഫോർമുല. 1/4πε0 2p/rq. ഡിറൈവ് ചെയ്തില്ലേ? പഠിച്ചില്ലേ? ഈസി അല്ലേ? അങ്ങനെയെങ്കിൽ ഇനി രണ്ടാമത്തെ ഡെറിവേഷനിലേക്ക് പോകാം. ബോർ അടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. 2 അല്ലേ ആകെ പഠിക്കുന്നുള്ളൂ. അപ്പൊ രണ്ടാമത്തെ കൂടെ പഠിക്കാം. ആ തൊല്ല അങ്ങ് തീർന്നില്ലേ? ആ ജോലി തീർന്നില്ലേ? നമുക്ക് ജോലി തീർത്തങ്ങ് വയ്ക്കാം. അപ്പൊ രണ്ടാമത്തെ ഡെറിവേഷൻ. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ഡെറിവേഷൻ ഇക്വിറ്റോറിയൽ ലൈനിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ. അതിന്റെ ഫിഗർ ഒരു അല്പം കോംപ്ലിക്കേറ്റഡ് ആണ്. കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല, നമുക്ക് മനസ്സിലാക്കാൻ അല്പം ബുദ്ധിമുട്ട്. അപ്പൊ അത് കുറച്ച് പറയാനുണ്ട്. അപ്പൊ ആ ഫിഗർ നമുക്ക് ആദ്യം ഒന്ന് പഠിച്ചെടുക്കാം. ആദ്യം ഇവിടെ ഒരു ഡൈപോൾ നമ്മൾ വരയ്ക്കുന്നു. +q ചാർജ്, ദെൻ -q ചാർജ്. ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇക്വിറ്റോറിയൽ ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇത് മുതൽ ഇതുവരെ ഡിസ്റ്റൻസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, ദാറ്റ് ഈസ് a. നമ്മൾ ഉദ്ദേശിക്കുന്ന പോയിന്റ് ഇവിടെയാണ്, P എന്ന് പറയുന്ന പോയിന്റ്, which is at a distance r. അപ്പൊ അതുവരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r ഡിസ്റ്റൻസ് ആണ്. ഓക്കെ, P എന്ന് പറയുന്ന പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസ് r ഡിസ്റ്റൻസ് ആണ്. ഇനി നമുക്ക് ഇയാള് ഇതുവരെയുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ ചാർജും നമ്മുടെ പിയും തമ്മിലുള്ള ഡിസ്റ്റൻസ്, ആ ഡിസ്റ്റൻസിനെ നമുക്കൊന്ന് കണ്ടുപിടിക്കാമോ? കണ്ടുപിടിക്കാൻ പറ്റുമോ? പറ്റും. പൈതഗോറസ് തിയറം ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. എങ്ങനെ കണ്ടുപിടിക്കാം? ബിക്കോസ് ഈ സൈഡ് എ, ഈ സൈഡ് ആർ, ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ പോലെ അല്ലേ അത് ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ഹൈപ്പോട്ടനസ് കാണുന്നത് എങ്ങനെയാ? റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ബേസ് ഇവിടെ എ അല്ലേ, ആൾട്ടിറ്റ്യൂഡ് ആർ അല്ലേ. അങ്ങനെയെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരും? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ എന്ന് കിട്ടും. അതേ ഡിസ്റ്റൻസിൽ തന്നെയാണ് നമ്മുടെ ഇപ്പുറത്ത് നിന്നും ഈ -q ഇരിക്കുന്നത്. സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ ക്യാൻസൽ ആയി പോവോ? ഇല്ല. നമുക്ക് നോക്കാം എങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോ +q ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലേക്കും, അത് ഞാൻ E1 എന്ന് കൊടുക്കുകയാണ്. സോ +q ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് E1. അടുത്ത -q ഉണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഈ ഡയറക്ഷനിലായിരിക്കും, അതിന് ഞാൻ E2 എന്ന് കൊടുക്കുകയാണ്. സോ ദാറ്റ് ഈസ് E2. നമുക്ക് ഒരു അല്പം ചരിഞ്ഞല്ലേ ഇരിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് E1ന്റെയും E2നെയും എനിക്ക് 2 കമ്പോണന്റ്സ് ആയിട്ട് റിസോൾവ് ചെയ്യാമല്ലോ. അപ്പൊ E1ന്റെ കമ്പോണന്റ് ഞാൻ ഇതാണ് ആംഗിൾ θ എങ്കിൽ E1ന്റെ ഇങ്ങോട്ടുള്ള കമ്പോണന്റ് ഞാൻ E1 cos θ. മറന്നിട്ടില്ലായിരിക്കും നിങ്ങൾ, തീറ്റയോട് ചേർന്ന് കിടക്കുന്നത് cos θ കമ്പോണന്റ്. അതുപോലെ ഇതിനൊരു sin θ കമ്പോണന്റ് കാണുമല്ലോ, അത് ഇങ്ങോട്ടായിരിക്കും നിൽക്കുക അല്ലെ. ദാറ്റ് ഈസ് E1 sin θ. അപ്പോ E1 cos θ കിട്ടി, E1 sin θ കിട്ടി. അവിടെ നിൽക്കട്ടെ. ഇതേപോലെ E2 പൊതി കാണൂലേ?
റിസോൾവ് ആകാൻ വേണ്ടി. അപ്പൊ നമുക്ക് ആ കൊതി അങ്ങ് മാറ്റി കൊടുക്കാം. അപ്പൊ അതിനെ രണ്ട് കമ്പോണൻസ് ആയിട്ട് റിസോൾവ് ചെയ്യാം. സപ്പോസ് ദിസ് ഈസ് ആംഗിൾ തീറ്റ, അങ്ങനെയെങ്കിൽ ഇങ്ങോട്ടുള്ള കമ്പോണന്റ് E2 cos തീറ്റ അല്ലെ, E2 cos, കാരണം തീറ്റയോട് ചേർന്ന് നടക്കുന്നത് cos തീറ്റ കമ്പോണന്റ്. അപ്പൊ അതിന്റെ സൈൻ തീറ്റ കമ്പോണന്റ് എങ്ങോട്ടാ? അത് താഴോട്ടായിരിക്കും. ദിസ് ഈസ് E2 sin തീറ്റ. പടം എല്ലാം കൂടി കുളമാക്കരുത്, ഇതെല്ലാം കൂടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വരച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ. ഞാനൊരു സ്റ്റെപ്പിലല്ലേ പോകുന്നത്, അതേപോലെ നിങ്ങൾ ഒന്ന് വരച്ചാൽ മതി. അപ്പൊ ദിസ് ഈസ് E2 sin തീറ്റ. ഇനി കണ്ണ് തുറന്ന് നോക്കിക്കേ, E1 sin തീറ്റയും E2 sin തീറ്റയും ഓപ്പോസിറ്റ് ആയിട്ടല്ലയോ നിൽക്കുന്നത്. അപ്പൊ ആദ്യമേ ഞാൻ പറഞ്ഞു, ഇത് രണ്ടുപേരും ഒരേ ഡിസ്റ്റൻസിലാണ്, ഈ പോയിന്റുമായിട്ട് നോക്കുമ്പോൾ ഒരേ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് എഴുതാം E1 is equal to E2. E1ഉം E2ഉം ഈക്വൽ ആയിരിക്കും. അങ്ങനെ E1ഉം E2ഉം ഈക്വൽ ആണെങ്കിൽ നമുക്ക് എഴുതിക്കൂടെ E1 sin തീറ്റയും E2 sin തീറ്റയും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അല്ലേ? അല്ലേ? അപ്പൊ E1 sin തീറ്റയും E2 sin തീറ്റയും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നത്. സോ ദേ വിൽ ക്യാൻസൽ ഈച്ച് അതർ. പിന്നെ ആരാ ഉള്ളത്? ആകെ cos തീറ്റ കമ്പോണന്റ് മാത്രമേ അവിടെ റിമൈൻ ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഈസ് E1 cos തീറ്റയും അവിടെ ഉണ്ട്, E2 cos തീറ്റയും അവിടെ ഉണ്ട്. അപ്പൊ രണ്ട് കമ്പോണന്റ്സും കൂടി ആഡ് ചെയ്താൽ ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ആയി. ഇത്രയുമാണ് ആ ഫിഗറിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. ബുദ്ധിമുട്ടുള്ളവർ ഒന്നും കൂടി ഒന്ന് റിവൈൻഡ് ചെയ്ത് കണ്ടു നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് വീണ്ടും മനസ്സിലാവും. ഫിഗർ ക്ലിയർ ആയിരിക്കണം നിങ്ങൾക്ക്, എങ്കിലേ ബാക്കി പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. അപ്പോ രണ്ട് കമ്പോണന്റ്സ് മാത്രമേ ഇവിടെ റിമൈൻ ചെയ്യുന്നുള്ളൂ. ഏതൊക്കെ? E1 cos തീറ്റ കമ്പോണന്റും E2 cos തീറ്റ കമ്പോണന്റും. സൈൻ തീറ്റ കമ്പോണന്റ്സ് പരസ്പരം ക്യാൻസൽ ആയി പോയി. ക്ലിയർ ആണല്ലോ ഇത്? അങ്ങനെയെങ്കിൽ നമുക്ക് ഇനി എഴുതാം ടോട്ടൽ ഇലക്ട്രിക് ഫീൽഡ് ഈ ഇക്വിറ്റോറിയൽ ഇസ് ഈക്വൽ ടു, ഇക്വിറ്റോറിയൽ ആണല്ലോ നമ്മൾ കണ്ടുപിടിക്കുന്നത്, ഇസ് ഈക്വൽ ടു E1 cos തീറ്റ പ്ലസ് E2 cos തീറ്റ. E1 cos തീറ്റ പ്ലസ് E2 cos തീറ്റ. E1ഉം E2ഉം ഈക്വൽ ആണെങ്കിൽ അവരെ നമുക്ക് E എന്ന് റെപ്രസെന്റ് ചെയ്താൽ പോരെ? മതിയല്ലോ. രണ്ടും ഈക്വൽ ആണെങ്കിൽ പിന്നെ എന്തിനാ 1 ഉം 2 ഒക്കെ കൊടുക്കുന്നത്? അപ്പൊ ഇവിടെയും E cos തീറ്റ, ഇവിടെയും E cos തീറ്റ എന്ന് എഴുതിക്കൂടെ? അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിനെ മാറ്റി E cos തീറ്റ പ്ലസ് E cos തീറ്റ എന്ന് ഷോർട്ട് ആക്കിക്കൂടെ? അങ്ങനെ ഷോർട്ട് ആക്കിയാൽ എന്താ ആൻസർ? E cos തീറ്റ പ്ലസ് E cos തീറ്റ 2E cos തീറ്റ. സോ 2E cos തീറ്റ, ദാറ്റ് ഈസ് ദി ഇക്വിറ്റോറിയൽ. തീർന്നില്ല കേട്ടോ, ഇനിയുണ്ട്. E എന്ന് പറഞ്ഞാൽ എന്താ? ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? അപ്പോ അതിനൊരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. cos തീറ്റ അതിനൊരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ രണ്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കഴിഞ്ഞാൽ ആൻസറിലേക്ക് നിങ്ങൾ എത്തും. ചെയ്യാം നമുക്ക്. അപ്പൊ നോക്കിക്കോളൂ, is equal to 2 into ഇലക്ട്രിക് ഫീൽഡ് കാണുന്ന ഫോർമുല ഓർമ്മ ഉണ്ടാവും. 1/4 pi epsilon 0 q by. നോക്കൂ, ഈ ക്യൂവും ഈ പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഓൾറെഡി പൈതഗോറസ് തിയറം വെച്ച് നമ്മൾ കണ്ടുപിടിച്ചു വെച്ചു. എന്തായിരുന്നു ആ ഡിസ്റ്റൻസ്? √(a² + r²). അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പോ √(r²+a² the whole square, കാരണം r² എന്നാ ഫോർമുല. ഓക്കെ, ഇനി cos തീറ്റയ്ക്ക് കൊടുക്കണം അല്ലെ? cos തീറ്റ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? 10ാം ക്ലാസ്സിൽ 9ലൊക്കെ പഠിച്ചതല്ലേ? എങ്ങനെയാണ് cos തീറ്റ കണ്ടുപിടിക്കുന്നത്? adjacent side by hypotenuse. ഇവിടെ ഏതാ adjacent side? ആംഗിൾ തീറ്റ ഇതാണ്. അപ്പോ adjacent side ഏതാ? adjacent side A. ഏതാണ് hypotenuse? √(a² + r²). അങ്ങനെയെങ്കിൽ നമുക്ക് ഇവിടെ എഴുതാം A by adjacent side by √(r² + a²). r² + a². ഇത്രയും ക്ലിയർ ആയില്ലേ നിങ്ങൾക്ക്? ഇനി നോക്കിക്കോ, നമ്മൾ ആൻസറിലേക്ക് എത്തി. നോക്കൂ, റൂട്ടിനെ സ്ക്വയർ ചെയ്താൽ എന്ത് സംഭവിക്കും? റൂട്ട് അതിന്റെ പാട്ടിന് പോകും. അപ്പൊ റൂട്ട് പോയി. പിന്നെ റൂട്ടിനെ എങ്ങനെ എഴുതാം നമുക്ക്? √1/2 എന്ന് എഴുതിക്കൂടെ? അത്രയും സ്റ്റെപ്പ് കൂടി ശ്രദ്ധിച്ചു. അപ്പൊ 2 × 1/4 pi epsilon 0 qa ഡിവൈഡഡ് ബൈ. ഇതിന് നമുക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? സ്ക്വയർ, റൂട്ടിനെ സ്ക്വയർ ചെയ്തപ്പോ റൂട്ട് പോയി, ബാലൻസ് r² + a² ഇൻറ്റു ഇവിടെ എങ്ങനെ എഴുതാം? r² + a² the whole raised to half എന്ന് എഴുതിക്കൂടെ? ബുദ്ധിമുട്ടില്ലല്ലോ, കാരണം റൂട്ടിനെ ഹാഫ് എന്നും എഴുതാം. ഇത് എന്തിനാ ഇങ്ങനെ എഴുതിയത്? കാര്യമുണ്ട്. ഇത് നോക്കൂ, ഇത് ഒറ്റ ടേമായിട്ട് കണക്കാക്കുക. അപ്പൊ ഇവിടെ പവർ 1 അല്ലേ? അപ്പൊ ഇത് a⁻m ഇൻറ്റു a⁻n എന്ന ഫോർമാറ്റിലല്ലേ കിടക്കുന്നത്? ആണ്. അപ്പൊ a⁻m ഇൻറ്റു a⁻n is equal to a⁻m + n. So what is the equation remaining? അപ്പൊ 1 + 1/2. What is 1 + 1/2? ഒന്നും അരയും കൂടി ചേർത്താൽ 1.5. 1.5 എന്ന് വെച്ചാൽ എത്രയാ? 3/2, 3/2. So you will get 2 ഞാൻ അപ്പുറത്ത് എഴുതിയാണ്. 1/4 pi epsilon 0 2aq അഡ്ജസ്റ്റ് ചെയ്തു, ഡിവൈഡഡ് ബൈ r²
plus a square the whole raised to 3 by 2. The whole raised to 3 by 2. ഇനി നമുക്ക് ആരെ ചവിട്ടി പുറത്താക്കാൻ അതിനകത്തുനിന്ന്? പാവം എ സ്ക്വയർ. അവൻ ഇത്രയും നേരം നമ്മൾ കൊണ്ടുവന്നു, ഇനി നമുക്ക് അവൻ ആവശ്യമില്ല, ആവശ്യം കഴിഞ്ഞ് ചവിട്ടി പുറത്താക്കുക. ഓക്കെ, അപ്പൊ ജീവിതത്തിൽ അങ്ങനെ ചെയ്യരുത്. അപ്പോ സ്വാഭാവികമായിട്ട് നമ്മൾ എ സ്ക്വയർ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ചവിട്ടി പുറത്താക്കാൻ പോവുകയാണ്. അപ്പൊ അവിടെ കണ്ടീഷൻ എഴുതണം, എ സ്ക്വയർ ഈസ് വെരി മച്ച് ലെസ് ദാൻ ആർ സ്ക്വയർ. അതുകൊണ്ട് വി ആർ നെഗ്ലക്ടിങ് a square. So what is remaining? E equitorial is equal to 1 by 4 pi epsilon 0 2aq. അയ്യോ, ഇവൻ എവിടെ നമ്മൾ കണ്ടിട്ടുണ്ട്? 2aq. അത് തന്നെ ഡൈപോൾ മൊമെന്റ്. So P divided by r square into 3 by 2. 2 cancel. 2 cancel ചെയ്താൽ what is remaining? r cube. So that is the equation. So ഈ ഇക്വിറ്റോറിയൽ കാണാനായിട്ട് 1 by 4 pi epsilon 0 p by r cube എന്ന് പറയും. ആ ലാസ്റ്റ് സ്റ്റെപ്പ് ആർക്കും ക്ലിയർ ആവാതെ ഉണ്ടോ? ഞാൻ പറഞ്ഞു തരാം ഒന്നുകൂടി. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ആർ സ്ക്വയർ മാത്രമേ റിമൈൻ ചെയ്യുള്ളൂ, എ സ്ക്വയർ പോയി ദ ഹോൾ റൈസ് ടു 3 by 2 എന്നാ വന്നത്. a raised to m the whole raised to n എങ്ങനെ വരിക? a raised to m into n എന്ന് വരും. അപ്പൊ ചെയ്യുമ്പോൾ ഈ 2ഉം ക്യാൻസൽ ആവും. then remaining is r cube. അതാണ് ഇവിടെ എഴുതിയത് കേട്ടോ. സ്റ്റെപ്പ് പെട്ടെന്ന് ചെയ്തതാണ്, നിങ്ങൾക്ക് അറിയാമെന്ന ധാരണയിൽ. ഇല്ലെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പൊ എക്സ്പ്ലനേഷൻ ആയല്ലോ. സോ ദാറ്റ് ഈസ് ദ ഇക്വേഷൻ. സോ 2 ഡെറിവേഷൻസ് ഒറ്റയടിക്ക് പഠിച്ചു തീർത്തില്ലേ? കിട്ടിയ 3 മാർക്ക് 2 മാർക്കൊക്കെയാണ് ഒറ്റയടിക്ക് കിട്ടുന്നത്. ഓക്കെ, 3 മാർക്ക് എന്തായാലും ഈ ഡെറിവേഷൻ ചോദിക്കണമെങ്കിൽ 3 മാർക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ചെയ്യുമല്ലോ പരീക്ഷയ്ക്ക്? പൊളിച്ചെടുക്കണം നമുക്ക് ഈ വർഷത്തെ +2 എക്സാമിനേഷൻ. അപ്പോ ഈ വീഡിയോ എല്ലാ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്യണം. എല്ലാവരും പഠിക്കട്ടെ, എല്ലാവരും ജയിക്കട്ടെ. രണ്ടാമത്തെ കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മാക്സിമം എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. മറ്റൊരു കാര്യം, നമ്മുടെ ഓൺലൈൻ ക്ലാസ്സസ് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും നമ്മുടെ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിട്ട് 2 ആഴ്ചയായി കേട്ടോ. ഞാൻ ഓൾറെഡി വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ആർക്കെങ്കിലും ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ദയവായി താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുക. ഇറ്റ് ഈസ് നോട്ട് എ ഫ്രീ ക്ലാസ്. ചെറിയതാണെങ്കിലും ഒരു ചെറിയ എമൗണ്ട് നിങ്ങൾ മന്ത്ലി പേ ചെയ്യേണ്ടതായിട്ട് വരും. ചെറിയ എമൗണ്ട് ആണ്. സോ അത് കൊണ്ട് തന്നെ ഫ്രീ ക്ലാസ് എന്ന് ആരും വിചാരിക്കരുത്. ഓൺലൈൻ ക്ലാസ് വളരെ നല്ല രീതിയിലാണ് മുന്നോട്ട് പോയി. ഓൺലൈൻ ക്ലാസ്സിൽ ഡൗട്ട് വരുന്നതാണ് ആക്ച്വലി യൂട്യൂബിൽ വീഡിയോ ആയിട്ട് ഇടുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഓൺലൈൻ ക്ലാസ്സും യൂട്യൂബ് ക്ലാസ് അപ്പൊ ഒന്നിനും പകരമാകില്ല. ഓൺലൈൻ ക്ലാസ് മാത്രം കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല, യൂട്യൂബ് മാത്രം കൊണ്ട് മുന്നോട്ട് പോകാം. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് നിങ്ങളുടെ ക്ലാസ് പൂർണ്ണമാകുന്നത്. അപ്പൊ ഈ വർഷത്തെ +2 നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് എടുക്കാൻ പറ്റും. ജസ്റ്റ് ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. യൂട്യൂബ് വീഡിയോസ് അതിൽ പറയുന്നതിൽ ഡൗട്ട് വരുന്ന പോർഷൻസ് യൂട്യൂബ് വീഡിയോ ആയിട്ട് ഇടും. അപ്പൊ നിങ്ങൾക്ക് രണ്ടും കൂടി വെച്ച് പൊളിച്ചെടുക്കാം. അപ്പൊ സെറ്റ് അല്ലേ? അപ്പോ +2 തീരുന്നത് വരെയും കൂടെ കാണും.